നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ LDFന് നിലമ്പൂർ സ്വരാജിന് പിന്തുണ അറിയിച്ചു. അവരുടെ കൂടെ നിന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് ഫോട്ടോസ് എടുത്തു. അവർ പ്രസ് മീറ്റ് വിളിച്ച് ഈ പിന്തുണ അറിയിച്ചു. സ്വാഭാവികമായിട്ടും ആര് പിന്തുണച്ചാലും സ്വീകരിക്കുക എന്ന നരം ഇലക്ഷനോട് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എടുത്തു. ഈ അഖില ഭാരത ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ എന്ന് പറയാം. അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയ ഒരു ഇതുള്ളത്, ഗാന്ധിജീനെ വധിച്ച ഗോഡ്സെ അതിൻ്റെ പ്രവർത്തകനായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെയാണ് എൻ്റെ അറിവ്. അപ്പോൾ ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പണ്ട് സ്വരാജ് പറഞ്ഞിട്ടുണ്ട്. അത് സ്വരാജ് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത ആളാണ് സന്ദീപ് വാര്യർ. പിന്നെ അത് സന്ദീപ് വാര്യർ തലയിലാക്കി. ഇതെങ്ങനെയാണല്ലോ, കാരണം എല്ലാവരും സ്ഥിരമായിട്ടത് പറഞ്ഞു സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞു എന്നാക്കി സ്വരാജ് പറഞ്ഞതാണ്. ഇത് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു രീതി അതാണ്. എല്ലാ സ്ഥലങ്ങളിലും പോയി ഇത് പറഞ്ഞ് ഈ ക്ലിപ്സ് എല്ലായിടത്തും പ്രചരിപ്പിച്ച് അത് സന്ദീപ് വാര്യർ തലയിലേക്ക് ഇട്ടിട്ട് സ്വരാജ് ഊരി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്ന ആളുകൾ കൂടി ഇപ്പോൾ സ്വരാജിനോടൊപ്പമായിട്ടുണ്ട്. ഗോവിന്ദ മാഷ് പറയാണ്, RSS നാളെ വന്നാലും ഞങ്ങളോട് കൂടും, അവരൊരു നിലപാടുകൾ മാറ്റി വരണം. നിലപാട് മാറ്റി വരില്ല, അവർ കൂടിയാൽ മതി.